സബ്സിഡി ലഭിക്കാതെ പ്രതിസന്ധിയിലായി കോഴിക്കോട്ടെ ക്ഷീര കർഷകർ. കോർപ്പറേഷൻ പരിധിയിലെ നൂറുകണക്കിന് കർഷകർക്കാണ് മാസങ്ങളായി സബ്സിഡി മുടങ്ങിയിരിക്കുന്നത്. നഗരസഭയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് കാരണമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള തുകയാണ് കർഷകർക്ക് ഇനിയും ലഭിക്കാത്തത്. പാലളവ് കണക്കാക്കി 40,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന കർഷകർ വരെ ഈ കൂട്ടത്തിലുണ്ട്. കടുത്ത ചൂടിൽ പാലുൽപാദനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. സബ്സിഡി കൂടി മുടങ്ങിയതോടെ കൃഷി തുടരാൻ പോലുമാകാത്ത അവസ്ഥയിലാണ്. ഈ വർഷാവസാനമൊക്കെ ഇത്യാദി ഇതിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളുണ്ട്, അത് ഇൻസെൻറ്റീവ് ഇത്യാദി കാര്യങ്ങളൊക്കെ കിട്ടും. അതേമാതിരി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ പൈസ അതേമാതിരി ഇപ്പോൾ 6 മാസം മുമ്പേ അതിൻ്റെ ഫോമൊക്കെ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞ് അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടുന്നതാണ് എല്ലാ ആളുകളും ഇതുവരെ ധരിച്ചിരുന്നത്. അത് സാധാരണ അത് മാർച്ച് കിട്ടലുണ്ട്, മാർച്ച് ഒരു 15 ആകുമ്പോൾ സാധാരണ കിട്ടലുണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പൊതുവേ പശുവിനെ പോറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ കാലിത്തീറ്റയ്ക്കും മറ്റുള്ള എല്ലാ സാധനവും വൈക്കോലിനായാലും ഒക്കത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. നമ്മളെ പ്രത്യേകിച്ച് ഒരു പച്ചപ്പുല്ലില്ലാത്ത ഏരിയ അതിനെക്കൊണ്ട് നമ്മൾക്ക് എന്ത് തന്നെയായാലും ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം. ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കർഷകരുള്ളത്. ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള കർഷകർക്ക് ഇതിനകം സബ്സിഡി തുക ലഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ വരെയുള്ള പാലളവിന്റെ ബില്ല് ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർക്ക് സമർപ്പിച്ചെങ്കിലും പണം അനുവദിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 12 ലക്ഷം രൂപയാണ് സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് നൽകാനുള്ളത്. ട്രഷറിയിൽ ബിൽ മാറാൻ നിയന്ത്രണമുള്ളത് കൊണ്ടാണ് തുക നൽകാൻ സാധിക്കാത്തതെന്നാണ് നഗരസഭയുടെയും ഉദ്യോഗസ്ഥരുടെയും ന്യായീകരണം. എന്നാൽ തുക നൽകാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്നാണ് കർഷകരുടെ പരാതി. ജനം, കോഴിക്കോട്.